ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മൊത്തം പാഴ്സലാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി ഇപ്പൊ സമയം. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ മുതലുള്ള വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഒരു ഫുൾ ഡേ അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ദിവസം എന്ന് വേണമെങ്കിൽ പറയുന്ന. മിത്തു കുട്ടിക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് മടി പിടിച്ചിരുന്നു. പക്ഷേ ഓഫീസിൽ പോയി മിത്തുവിന് ഇന്ന് എന്തോ ഒരു ട്രിപ്പ് പോവാണ് സ്കൂളിൽ നിന്ന്. സോ പോവാത്തവർ, നമ്മൾ ഓൾറെഡി പോയ സ്ഥലമായതുകൊണ്ട് പിന്നെ മിത്തു പോയില്ല. അപ്പോൾ പോവാത്തവർക്ക് അന്നത്തെ ദിവസം ലീവാണ്. അപ്പം എന്നാൽ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി. കുറേ ദിവസത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഇപ്പം എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് അടുക്കളയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗും കൂടെ എടുക്കാം, നിങ്ങളോട് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ കുറച്ച് നാടൻ സംഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പോവാണ്. ഇന്നത്തെ ദിവസം കുറേ അടിപൊളി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ കൊതിപ്പിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇതാണ് നിങ്ങളെ കൊതിപ്പിക്കുന്ന സംഭവം. അപ്പം നമ്മുടെ കേരള സ്റ്റോറിലുണ്ടല്ലോ നല്ല നാടൻ സാധനങ്ങൾ. ഇതാ കടച്ചക്ക എന്ന് പറയും, പിന്നെ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല മൂവാണ്ടൻ മാങ്ങ. ഹായ്, എത്ര അറിയോ. ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ഇതിപ്പോൾ എന്താണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ നാട്ടിൽ നിന്നും പുറത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ. എനിക്കറിയാം മുംബൈയിലുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് കേരള സ്റ്റോറിലൊക്കെ വന്ന് തുടങ്ങേണ്ടതാണ്. നമ്മുടെ ഇവിടെയുള്ള കേരള സ്റ്റോറിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞോന്ന് അറിയില്ല, കാരണം സാധാരണ ഇത് ഉണ്ടെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കഴിയാറുണ്ട്. നല്ല മാങ്ങ. അപ്പം ഞാൻ 4 എണ്ണം തൽക്കാലം വാങ്ങി. ആക്ച്വലി മൂത്തു, പക്ഷെ പഴുത്തിട്ടില്ല. ഞാനിത് മാങ്ങ കൂട്ടാൻ വയ്ക്കാം. മിത്തുവിന് ഭയങ്കര ഇഷ്ടം. മിത്തു ഇന്നലെയും കൂടെ പറഞ്ഞല്ലോ അമ്മ മാങ്ങ കൂട്ടാനും ചക്കയും കഴിക്കാൻ തോന്നിയിട്ട് വയ്യാന്നുള്ളത്. അപ്പോഴേക്കും മാങ്ങ വന്നു. പക്ഷെ ഇത് ഞാൻ പഴുത്തിട്ടേ കഴിക്കുള്ളൂ. ഇതിലൊന്ന് ഞാൻ ആക്രാന്തം മൂത്ത് ഞാൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മാങ്ങക്കറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മൂത്ത മാങ്ങ വെച്ച് മാങ്ങക്കറി ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ്. ചെറുതായിട്ടൊരു മധുരമുള്ള മാങ്ങക്കറി. ബാക്കി 3 എണ്ണം ഞാൻ പഴുപ്പിക്കും. എന്നിട്ട് ഞാൻ മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കുന്ന ദിവസം കാണിച്ചത്. ആക്ച്വലി ഇന്ന് എൻ്റെ പ്ലാൻ മാങ്ങാക്കൂട്ടാനും കടച്ചക്ക ഉപ്പേരി ആയിട്ടാണ് ഞാൻ ഇന്നലെ പോയത്. പക്ഷേ അപ്പോഴാണ് മാങ്ങ പഴുക്കാത്തതാണ് എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ പ്ലാൻ മാറ്റി കടച്ചക്കയുടെ കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടച്ചക്കയുടെ ഉപ്പേരി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷെ തൽക്കാലം ഞാൻ കടച്ചക്കയുടെ കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ സാധനം കൂടെ ഉണ്ട്. ഉണക്കമാന്തൽ, അതും കിട്ടിയ ദിവസമാണ്. ഇതും നാട്ടിലത്തെയാണ്. അപ്പം എന്തായാലും ഇന്ന് കുശാലായ ദിവസമാണ് കേട്ടോ. ശരിക്കും ഒരു നാട്ടിലെ പ്രതീതി ആക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തുടങ്ങാം. കടച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറി, അതായത് വറുത്തരച്ച മസാലക്കറി. നല്ല ടേസ്റ്റാണ്. ഇത് തിക്കായിട്ട് വെച്ചാൽ ചപ്പാത്തിക്ക് കിടുവാണ്. ഇത് ഉപ്പേരി പോലെ ഉണ്ടാക്കിയാൽ അതിനേക്കാളും ടേസ്റ്റാണ്. വറുത്തരച്ചിട്ടാണ് ഞാൻ സാധാരണ മസാലക്കറി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ കടച്ചക്ക ചെറുതായിട്ട് മുറിച്ചെടുക്കുക. നമ്മുടെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണ ആ ഒരു പരുവത്തിലേക്ക് ഇതാ ഇതുപോലെ. അപ്പോൾ ഇവിടുത്തെ കത്തി തീരെ മൂർച്ചയില്ലാങ്ങിട്ടോ. അപ്പോൾ കുറച്ചൊരു മൂർച്ചയുള്ള കത്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ബജ്ജി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കടച്ചക്ക ബജ്ജി നമ്മുടെ കടലമാവൊക്കെ ഇട്ടിട്ട് നമ്മുടെ കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്വാറന്റൈനിൽ ഇരുന്ന സമയത്ത്, കോവിഡിൻ്റെ ടൈമിൽ നാട്ടിലായിരുന്നപ്പോഴാണ് ഒരുപാട് ഡിഷുകൾ കടച്ചക്ക. കാരണം അവിടെ അത്ര കടച്ചക്കയായിരുന്നു, ഇഷ്ടംപോലെ. ഒരു ദിവസം ഉപ്പേരി, ഒരു ദിവസം കൂട്ടാൻ, ഒരു ദിവസം നമ്മൾ എന്താ പറയുക ബജ്ജി, അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് കടച്ചക്ക മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ഉണക്കമാന്തൽ വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി പെട്ടെന്ന് തൊലിയൊക്കെ കളയാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇതിൽ പൊതുവേ ഉപ്പ് ഭയങ്കര ഉപ്പുണ്ടാവില്ല, ചിലതൊക്കെ നമുക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എനിക്കിഷ്ടമല്ല. ഇത് ഓക്കെയാണ്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിടരുത്. കാരണം നമ്മൾ ഓൾറെഡി ഉണക്കലാണ്, അതിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും. സോ നമ്മളിടയ്ക്ക് മറക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഉപ്പിടരുത് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതൊന്ന് പുരട്ടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പുരട്ടി വെച്ചൊന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിവിടെ വറുത്തരച്ച
മസാലക്കറി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, വറുത്തരയ്ക്കാതെയും നല്ല ടേസ്റ്റാണ്. അമ്മയൊക്കെ ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അത് വറുത്തരയ്ക്കാറൊന്നുമില്ല, നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന പോലെ ജസ്റ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉള്ളിയും തക്കാളിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള അത് അതൊരു വേറൊരു ടേസ്റ്റ്. പക്ഷേ ചോറിന് എപ്പോഴും കുറച്ച് ഞാൻ പിന്നെ 2 നേരത്തേക്കും കൂടെ നീട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വറുത്തരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് നമ്മുടെ നാളികേരം നന്നായിട്ടൊന്ന് വറുത്ത് ഇതായി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടെ നന്നായി വറുത്തരയ്ക്കുക, എന്നിട്ടത് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഐ മീൻ മാരിനേറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടാനും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഭക്ഷണം കഴിക്കാമല്ലോ വെച്ചിട്ട് ഒരു സൈഡ് കൂടെ ഫിഷും ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിവിടെ ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മുടെ നാളികേരം ഒന്ന് അരച്ചെടുക്കാൻ. അത് അരച്ചെടുത്തതിന് ശേഷം ഇതാ കണ്ടോ നല്ല മൊരിയണം കേട്ടോ. നമുക്ക് എയർ ഫ്രയറിലും ചെയ്യാം, പക്ഷേ കുറച്ച് എണ്ണയോട് കൂടി മൊരിയണതാണ് ഇങ്ങനത്തെയൊക്കെ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക. നല്ല മണക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തീരെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നത് കേട്ടോ. ഗരം മസാലയും കൂടെ ചേർക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ആക്രാന്തം കൊണ്ട് ഞാനൊരു നല്ല മൂത്ത നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ, അതിൽ ഞാൻ വെറുതെ മുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് ഇങ്ങനെ അച്ചാർ പോലെ നല്ല അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇന്ന് മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, വേറൊരു സംഭവം, ഇന്ന് മൊത്തത്തിൽ ഒരു നാട് 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 പറഞ്ഞപ്പോ ആകെ നാടായോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ പാഴ്സൽ എത്തിയിട്ടുണ്ട്. നാട്ടിലെ പൂരത്തിന്റെ പാഴ്സൽ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറേ ദിവസമായി മിത്തുക്കുട്ടി കാത്തിരിക്കുന്നു. അതിന് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം, അറിയില്ല എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഒരു ഈവനിങ് ആയി, കറക്റ്റ് ചായ കുടിക്കേണ്ട സമയമാകുമ്പോഴേക്കും പാഴ്സൽ എത്തി. ഞങ്ങളിതൊന്ന് പൊളിക്കട്ടെ. അങ്ങനെയല്ലടാ, ഇങ്ങനെ പൊളിക്കണം. ഫുള്ളാകെ ഒരു നാട്ടിലൊരു നൊസ്റ്റാൾജിക് പരിപാടിയാണല്ലോ. പിന്നെ ഇന്ന് ഒരു സാധനം കൂടെ വരാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് വരുമ്പോൾ കാണിക്കാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 days ആയി. അപ്പൊ ഇന്നാണ് അത് തുറന്നിടാം കാത്തിരിക്കുന്നത്. അതാണ് ഫുള്ള് ഇവിടെ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അതെന്താന്നുള്ളത് വരുമ്പോ കാണിക്കാം. അത് വന്നിട്ടില്ല, അപ്പൊ അതും കൂടെ കാത്തിരിക്കുകയാണ്. മൊത്തം കാത്തിരിപ്പിന്റെ ദിവസമാണ്. ചില ദിവസം എങ്ങനെയാണ്, ചില ദിവസം ഒന്നും ഉണ്ടാവില്ല, ചില ദിവസം എല്ലാം കൂടെ ഉണ്ടാവും. ഓർക്കാനും കിട്ടില്ലേ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇതൊരു പിടി മതി. എന്താണ് അടിപൊളി. മിത്തുക്കുട്ടിക്കുള്ള സാധനം കിട്ടി. മിത്തുക്കുട്ടിക്ക് ഒന്നും വേണ്ട. എന്താ കാണിച്ചു കൊടുക്കും? താരി ഗുണമെന്താ അങ്ങോട്ട് പറയൂ. അമ്മച്ചനും അച്ഛമ്മയും കൊടുത്തയച്ചതാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ ഇവിടെ പൂരം, നാട്ടിലെ പൂരങ്ങൾ നടക്കുകയാണ്. വേറെ ഒന്നല്ല, പൂരത്തിന്റെ സ്പെഷ്യൽ 6ാം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിക്കാറുണ്ട്. ഇത് പപ്പയുടെ ഫേവറേറ്റ് ആണ്, ശർക്കര 6ാം നമ്പർ. ഇത് മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ്, വെള്ള 6ാം നമ്പർ കേട്ടോ. പിന്നെ ഇതെന്താ മെയിനായിട്ട് അത് തന്നെയാണ്, 6ാം നമ്പറാണ് കൊടുത്തയച്ചിരിക്കുന്നത്. പപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 6ാം നമ്പറും. പിന്നെന്താ ഇതെന്തൊക്കെയാന്നൊക്കെ ഇങ്ങനെ നോക്കട്ടെ ഞാൻ കേട്ടോ. മുറുക്ക്, വേറെ എന്തൊക്കെ ഓരോ പൊതിയായിട്ടാണ്. അപ്പൊ അതൊക്കെ അഴിച്ച് കാണിച്ചു തരാം. അതൊക്കെ സന്തോഷമാവും. ഹലുവ ഉണ്ട്, കുറേ സാധനം ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഒന്ന് ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ. ഈവനിങ് ചായക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് രമേശേട്ടൻ വന്നിട്ട് കാണിക്കാം. രമേശേട്ടൻ എത്താൻ കുറെ നേരമാവും. അതുവരെ ഞങ്ങൾ കാത്തിട്ടില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ട് മിത്തുക്കുട്ടിക്ക് ഇന്ന് ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിനൊക്കെ കൊണ്ടുവയ്ക്കണം. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ വേഗം പോയിട്ട് എന്താ എൻ്റെ ടേബിൾ ഇതാ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഫുൾ സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ നാട്ടിലെ അരിപ്പൊടി കൊണ്ടുള്ള ഹലുവയും അതുപോലെ പഴത്തിൻ്റെ ഹലുവയും. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ മിത്തുന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ നമ്മുടെ നുറുക്കുണ്ടല്ലോ, ബട്ടർ മുറുക്ക്. അതുപോലെ ഇത് ഒരു ഡയമണ്ട് കട്ട്, അതായത് 6ാം നമ്പറിൻ്റെ വേറൊരു വേർഷൻ. പിന്നെ നമ്മുടെ അരവണ പായസം ഉണ്ട്. അതുപോലെ വെളുത്ത 6ാം നമ്പർ, ഇതാണ് മിത്തുനും എനിക്കൊക്കെ ഇഷ്ടം. പിന്നെ ഇത് മറ്റു ശരിക്കുള്ള കറുത്ത ശർക്കര 6ാം നമ്പർ.
ഇതൊക്കെയാണ് നമ്മൾക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പാഴ്സൽ. ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഇതാ നല്ല ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി രമേശേട്ടനെ കാത്തിരിക്കും. രമേശേട്ടൻ വന്നിട്ടില്ല. മിത്തുകുട്ടി അവിടെ ഇരുന്ന് പിയാനോ പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. സ്വന്തമാകാം, ഓൺലൈനിൽ നോക്കിയിട്ടൊക്കെയാണ് പഠിത്തം. ഇനി ഇവിടെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അതിൻ്റെ മുന്നേ സ്വന്തമായിട്ടിരുന്നതല്ല, ഏതോ സീഗറിൽ ഏതോ പാട്ടൊക്കെയാണ് നോക്കണത്. അപ്പോൾ രമേശേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കാണിച്ചാൽ രമേശേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ സമയം പോകും. മിത്തുവിനെ ഡ്രോയിങ് ക്ലാസ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ആമസോണിൽ സെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ നല്ല അടിപൊളി കിടിലൻ ഡ്രസ്സുകൾ ഇന്ന് മൊത്തം പാഴ്സലാണ്. കുറേ നാട്ടിലത്തെ പാഴ്സൽ വന്നു, കുറേ ഡ്രസ്സുകൾ പാഴ്സൽ വന്നു. ഇനി വേറൊരു സാധനം പാഴ്സൽ വരാനുണ്ട്. അപ്പോൾ അത് 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും കൂടെ വന്നാൽ ഇന്ന് മൊത്തം ഡേ അതാണ്, ഫുൾ അൺപാക്കിംഗ് ആണ് ഇന്നത്തെ ദിവസം. അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. നോർമൽ കോട്ടൺ കുർത്തി കേട്ടോ. 500 രൂപയുടെ റേഞ്ചിലുള്ള ഒരു സാധാരണ കോട്ടൺ കുർത്തി. എല്ലാം ആമസോണിലാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാൻ. നല്ല നോർമൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി ഇങ്ങനെ ഹോൾ വീഡിയോ ചെയ്യാറസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കേൾക്കണ്ടാണോ? എനിക്കിങ്ങനെ കേൾക്കുന്നുണ്ട്. അടുത്തതും ഒരു കോട്ടൺ കുർത്തി. ഇതൊരു യെല്ലോ ആൻഡ് പിങ്ക്. ഞാൻ ഓരോ കളേഴ്സായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്നൊരു കുർത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ ആണ്. അതേപോലെ നോർമൽ കുർത്തിയാണ്. നമുക്ക് ഓഫീസിലേക്കും കോളേജിൽ റെഗുലർ വെയർ കുർത്തീസാണ് കേട്ടോ. അടുത്തതും ഒരു യെല്ലോ. വാങ്ങി വന്നപ്പോൾ 2 യെല്ലോ ആയിപ്പോയി കേട്ടോ. കാരണം എനിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കളർ വാങ്ങി. ഇതും ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ആൻഡ് ഒരു ഗോൾഡൻ കളറിൽ വരുന്ന കോളർ നെക്കൊക്കെ ഉള്ള ഒരു കുർത്തിയാണ്. ഇതും ഏകദേശം ഇതൊരു പ്യോർ കോട്ടൺ അല്ല, ആക്ച്വലി ചെറിയൊരു കോട്ടൺ മിക്സ് പോലത്തെയാണ് കേട്ടോ. പ്യോർ കോട്ടൺ ആണ് മറ്റേ 2 ഇതൊരു കോട്ടൺ മിക്സ് പോലത്തെ. പിന്നെ ഞാൻ അടുത്തതൊരു വൈറ്റ് ഒരു നോർമൽ, ഇത് കുർത്തിയായിട്ടോ അതുപോലെ നോർമൽ ഡ്രസ്സായിട്ടോ ഫ്രോക്കായിട്ടോ ഗൗണായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഒരു ഓഫ് വൈറ്റ് ആണ്, ഒരു പ്യോർ വൈറ്റ് കളറല്ല. അപ്പം ഞാൻ എപ്പോഴും ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ ഗൗൺ വാങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് ഗൗണും കൂടെ വാങ്ങിക്കാം. അതൊരു ഫുൾ ലെങ്ത് പോലെ, ഏകദേശം ഒരു ഫുൾ ലെങ്ത് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതാണ് ഇടാൻ. പെട്ടെന്ന് ഇടയ്ക്കെങ്കിലും ഓടി പോകുമ്പോൾ ഇടാൻ സുഖം. ലെഗിൻസും താഴെ പാൻറ്റൊന്നും ഇടണ്ട, ഫുള്ള് പെട്ടെന്ന് വലിച്ചു വാരിയിട്ട് പോകാൻ നല്ലത് ഇതാണ്. പിന്നെ അടുത്തത് ഇപ്രാവശ്യം കുറച്ച് അധികം ഉണ്ട് അല്ലേ. അടുത്തത് ഒരു കുർത്തി, ഒരു ഷോർട്ട് കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം. നോർമൽ പ്ലെയിൻ കുർത്തിയാണ്. ബസീറാണ്. എന്താ സ്പീഡ് കൂടി 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 എവിടെ എത്തണാവോ. പക്ഷെ രസമുണ്ട് കേൾക്കാൻ. അടുത്തത് ഞാനൊരു പാൻറ്റ് വാങ്ങിച്ചു. ഒരു സിൽക്ക് ടൈപ്പ് നമ്മുടെ നോർമൽ പാൻറ്റ് ഉണ്ടല്ലോ. ഇപ്പം ലെഗിൻസിന് പകരം ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇപ്പം എല്ലാവരും ലെഗിൻസിന് പകരം എല്ലാ കുർത്തിയുടെയും കൂടെ പാൻറ്റുകളാണ് വാങ്ങിക്കുക. ഒരു ഏകദേശം ഒരു ആങ്കിൾ ലെങ്ത് ഒക്കെ ഉള്ള പാൻറ്റ്, അല്ലെങ്കിൽ താഴെ വരല ഏതാണ് നമുക്ക് പ്രിഫർ ചെയ്യുക, അങ്ങനത്തെ പാൻറ്റുകൾ കിട്ടും. നല്ല ഭംഗിയുള്ള ഒരു റെഡ്, അത്യാവശ്യം ഒരു പാർട്ടി വെയറിനൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച പാൻറ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാനൊരു എലൻസോളിയുടെ ഒരു സാധാരണ പാൻറ്റ്. സാധാരണ പാൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിൻ്റെ ഒക്കെ കൂടെ ജീൻസ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഇപ്പം നമ്മളൊരു ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ ജീൻസിനേക്കാളും കംഫർട്ടബിൾ എപ്പോഴും ഇങ്ങനത്തെ പാൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിയതാണ്. കാരണം ജീൻസ് പകരമായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. രമേശേട്ടന് 2 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊന്ന് നോർമൽ, എല്ലാം ബ്രാൻഡാണ്, നോർമൽ എന്ന് തോന്നിച്ചാലും സംഭവം ബ്രാൻഡാണ്. അലൻസോളിയുടെ ഒരു സാധാരണ ഒരു ഗ്രേ ടൈപ്പ് ഒരു ടീഷർട്ട്, പിന്നെ ഒരു ബ്ലാക്കിൻ്റെ ഒരു ടീഷർട്ട്. ഈ 2 ടീഷർട്ടുമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം മിത്തുകുട്ടിക്ക് വാങ്ങിയില്ല. മിത്തുകുട്ടിക്ക് എപ്പോഴും ഓൺലൈനിൽ വാങ്ങിച്ചാലത് മിക്കവാറും ഇടില്ല. പിന്നെ ഇങ്ങനെ ചെറിയ ടോപ്സ് കിട്ടും. അതല്ലാതെയൊക്കെ ഉള്ളതൊക്കെ നമ്മളിവിടെ അടുത്ത് പോയിട്ട് അതിൻ്റെ സൈസ് നോക്കണം. കാരണം മിത്തുവിൻ്റെ സൈസിനുള്ളതൊക്കെ എപ്പോഴും ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. എനിക്ക് പിന്നെ അത് കറക്റ്റ് സൈസാണ്, കാരണം ഞാൻ സ്ഥിരം വാങ്ങണതല്ലേ. അപ്പോൾ എനിക്കത് കറക്റ്റ് സൈസ്, രമേശേട്ടനും അത് കറക്റ്റ് സൈസ് വാങ്ങിച്ചാൽ പിന്നെ ഒരിക്കലും അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കറക്റ്റായിട്ട് സൈസ് മെഷർ ശരിയാവാറുണ്ട്. പിന്നെ നമ്മൾ ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചാട്ടോ, അത് മുന്നേ വാങ്ങിയതാണ്, മറന്നു പോയതാണ്. വേറെ ഒന്നല്ല, ഒരു കുഞ്ഞി പെട്ടി. ഇത് നമുക്കൊരു
ക്യാബിൻ ബാഗേജ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആക്ച്വലി ഇത് വാങ്ങിയത് ഡാൻസിനൊക്കെ എപ്പോഴും പോകുമ്പോൾ ഈ ബാഗ് വാങ്ങിയിട്ട് അതിൻ്റെ ഫുൾ ബാഗും അതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എല്ലാം കൂടെ വെക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നാശമായി ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിലേക്ക് ചെറിയ ട്രാവൽ, ഒരു 1 day ട്രിപ്പ്, അതിനൊക്കെ വേണ്ടി ഭയങ്കര സംഭവം അടിപൊളിയായിട്ടാണ്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മുടെ ഈ കൈയിൻ്റെത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അത് ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്ന പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി തോന്നി. നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ, നമ്മുടെ മിറർ, നമ്മുടെ അത്യാവശ്യം ഡ്രസ്സും കോസ്റ്റ്യൂമും സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി ചുളിയാതെ അത് അങ്ങനെ ഇരുന്നോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മൾ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ 1 day ട്രിപ്പിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഡാൻസ് ബാഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്, വേറെ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇനി എന്തായാലും മിത്തുക്കുട്ടീനെ പോയിട്ട് നമ്മൾ കൊണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് രംഷേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വേറൊരു പാഴ്സലും കൂടെ ഉണ്ട്, അതും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇന്നത്തെ ഫുൾ പാഴ്സലുകൾ എത്തി അൺപാക്ക് ചെയ്യുന്ന ഒരു ഫുൾ ഡേ ആണ് ഇന്നത്തെ. നല്ല ഹാപ്പി ഡേ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള 2 ദിവസമായി വെയിറ്റ് ചെയ്ത അടുത്ത അൺപാക്കിംഗ് എന്ന് പറയുന്നത്. ഇന്ന് തന്നെയാണ് ഫ്രിഡ്ജ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് കേടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വേറെ ഫ്രിഡ്ജ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഏറ്റവും മിഥുനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജ് മാഗ്നറ്റ് വെക്കാന്നുണ്ട്. നമ്മളിപ്പോൾ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വേണമെങ്കിൽ കളക്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങി അതിനുശേഷം പിന്നെ ഓർഗനൈസ് ചെയ്യുക. അതാണ് ആ ടേബിളിൻ്റെ മുകളിൽ ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കലാണ് എൻ്റെ പണി. എന്നിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷ് ആവാൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി കേട്ടോ. ഇന്ന് ഫുൾ അൺപാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ ഡേ വൃത്തിയാക്കൽ തന്നെയായിരുന്നു എനിക്ക് പണി. വീട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും സമയം രാത്രി ഓൾമോസ്റ്റ് 11 കാലമായി. അപ്പോൾ എല്ലാവരും ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറ്റി രംഷേട്ടനും മിത്തുക്കുട്ടിയും കൂടി ഇരുന്ന് ഇവിടെ ചെസ്സ് കളിയാണ്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ചെസ്സ് കളിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ കുറേ നേരം ആ സമയം ഫോണൊക്കെ നോക്കി ഇവർ രണ്ടുപേരും ഇരുന്ന് കിടക്കാൻ വിളിക്കലാണ്. കാരണം 11 മണിയായി, പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോകണമല്ലോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.